സെനുജി, നടൻ സിദ്ദിഖിനുള്ള മുൻകൂർ ജാമ്യം ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ്. അത് മാത്രമല്ല സർക്കാരിനെയും നല്ല രീതിയിൽ ഹൈക്കോടതി വിമർശിച്ചിരിക്കുകയാണ്. എന്താണ് സെനുജി അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പറയുന്നത്? ഈ ലൈംഗിക അതിക്രമ കേസിൽ പ്രതിയായ സിദ്ദിഖിനെതിരെ ഒരു മുൻകൂർ ജാമ്യാപേക്ഷയാണ് ഇപ്പോൾ ഹൈക്കോടതി തള്ളിയത്. പക്ഷേ ഈ ഹൈക്കോടതി ഈ ജാമ്യാപേക്ഷ തള്ളിയപ്പോൾ തന്നെ ചില കാര്യങ്ങൾ കൃത്യമായി പറയുന്നുണ്ട്. അതായത് പരാതി കൊടുക്കാൻ ഈ ഇരയായ പെൺകുട്ടി വൈകി, അതുകൊണ്ട് തന്നെ ഇത് പരിഗണിക്കരുതെന്നാണ് സിദ്ദിഖ് ഒരു ആവശ്യം ഉന്നയിച്ചത്. മാത്രവുമല്ല ഈ പരാതിക്കാരിയുടെ സ്വഭാവം ശരിയല്ല എന്നുള്ള രീതിയിലൊക്കെ ചില ആരോപണം ഉന്നയിച്ചു. എന്നാൽ അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്ന് കോടതി കൃത്യമായി പറഞ്ഞു. കാരണം ഈ പരാതി ഉന്നയിക്കുന്നവരുടെ നിലവാരം എന്താണ്, അവരുടെ സ്വഭാവം എന്താണെന്നൊന്നും വെച്ചിട്ടല്ല, ഈ പരാതിയിൽ കഴമ്പുണ്ടോ എന്നുള്ള കാര്യമാണ് കൃത്യമായി അന്വേഷിക്കുന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് സിദ്ദിഖിന് ഈ മുൻകൂർ ജാമ്യം നൽകാതിരുന്നത്. ഇവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, സിദ്ദിഖിന് സമാനമായ ആരോപണ വിധേയരായ വേറെ ചില ആൾക്കാരുണ്ട്, ഇപ്പോൾ മുകേഷ് ഉൾപ്പെടെയുള്ളവർ. പക്ഷേ മുകേഷിനൊക്കെ മുൻകൂർ ജാമ്യം കിട്ടി. ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ മുകേഷ് മുൻകൂർ ജാമ്യത്തിനായി അപേക്ഷ നൽകിയത് ജില്ലാ കോടതിയിലായിരുന്നു. പക്ഷേ സിദ്ദിഖ് മുൻകൂർ ജാമ്യത്തിനായി അപേക്ഷ നൽകിയത് നേരെ ഹൈക്കോടതിയിലാണ്. അതിങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഈ ജില്ലാ കോടതി ജാമ്യാപേക്ഷ തള്ളിയിരുന്നുവെങ്കിൽ വേണമെങ്കിൽ പിന്നീട് ഈ ഹൈക്കോടതിയെ സമീപിച്ചാൽ മതി. പക്ഷേ ഈ സിദ്ദിഖ് നേരിട്ട് ഹൈക്കോടതിയെ ഇതിനു വേണ്ടിയിട്ട് സമീപിക്കുന്നു. അപ്പോൾ മുൻകൂർ ജാമ്യം കിട്ടുമെന്നുള്ള അമിത ആത്മവിശ്വാസമായിരിക്കാം ഒരു പക്ഷേ അദ്ദേഹം കൊണ്ട് അത് ചെയ്യിച്ചത്. ഇനി അതല്ല, ഒരു കാരണവശാലും ഈ ജാമ്യം കിട്ടില്ല എന്നുള്ളത് കൊണ്ട് അടുത്ത ഘട്ടത്തിലേക്ക് പോകാനുള്ള ഒരു എളുപ്പവഴി. കാരണം ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് സുപ്രീം കോടതിയിൽ പോയി ജാമ്യം വാങ്ങേണ്ട ഒരു അവസ്ഥയാണ്. ഇവിടെ ഈ നേരത്തെയുള്ള സമാന കേസുമായി ബന്ധമുള്ളവരുടെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ മുകേഷിനെതിരെ ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ മുകേഷ് പറഞ്ഞത് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടേ ഇല്ല എന്നല്ല, ഞങ്ങൾ തമ്മിൽ അടുപ്പമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ ബലപ്രയോഗം നടത്തിയിട്ടില്ല. ഇവിടെ അങ്ങനെയല്ല, സിദ്ദിഖ് ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല എന്ന് പറയുന്നു, ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. ഈ പെൺകുട്ടിയുമായി തെളിവെടുപ്പിൽ എല്ലാം തെളിഞ്ഞു, പെൺകുട്ടി പറഞ്ഞതെല്ലാം സത്യമാണ് എന്ന രീതിയിലായിരുന്നു തെളിവെടുപ്പിൽ നടന്നത്. അവിടെ മാസ്കോട്ട് ഹോട്ടലിലെ 101D മുറിയിലാണ് ഈ പീഡനം നടന്നതെന്നായിരുന്നു ആ പെൺകുട്ടി പറഞ്ഞിരുന്നത്. തെളിവെടുപ്പിന് പോയപ്പോൾ കറക്റ്റ് ആ പെൺകുട്ടി പറഞ്ഞ ആ റൂമിൽ നിന്ന് ജനൽ വഴി നോക്കുമ്പോൾ അവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, അത് കറക്റ്റ് ആയിരുന്നു. പിന്നെ അടുത്ത് ചോറും മീൻകറിയും തൈരും സിദ്ദിഖ് കഴിച്ചു എന്ന് ആ പെൺകുട്ടി പറഞ്ഞിരുന്നു. അവിടുത്തെ ഡീറ്റെയിൽസ് എടുത്തപ്പോൾ ഇതും കറക്റ്റാണ്, ചോറും മീൻകറിയും തൈരും കഴിച്ച സിദ്ദിഖ് പെട്ടു, തെളിവായി മാറി. പിന്നെ അച്ഛനും അമ്മയും ഒരു കൂട്ടുകാരിയും ചേർന്നാണ് ഈ നടിയെ ഹോട്ടലിലേക്ക് കൊണ്ടുവന്നത്. ഈ 3 പേരും പറഞ്ഞ മൊഴികളിൽ നിന്നും ആ പെൺകുട്ടി ആരോപിച്ചത് ശരിയാണെന്ന് തെളിഞ്ഞിരുന്നു. ഇതെല്ലാം അപ്പൊ സിദ്ദിഖിനെ എല്ലാം പൂട്ടുന്ന രീതിയിൽ തന്നെയായിരുന്നു. അപ്പൊ സിദ്ദിഖ് പറഞ്ഞതൊക്കെ കള്ളമായി പോയി, മുകേഷ് അത് പറഞ്ഞില്ല, അതാണ് വ്യത്യാസം. അപ്പൊ സിദ്ദിഖിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം, സിദ്ദിഖിനെ എത്രയും പെട്ടെന്ന് ചോദ്യം ചെയ്യണം എന്ന് വരെ പറയുന്നു. അപ്പൊ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യണം. എന്തുകൊണ്ടാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങളെ ഇത്ര ലാഘവത്തോടെ സർക്കാർ കാണുന്നത്? അതിൻ്റെ ഇടയ്ക്ക് സർക്കാരിന് ഒരു വിമർശനം കൂടെ വെക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പ്രായപൂർത്തിയായില്ല എന്ന് പോലും ഉണ്ട് ആ പെൺകുട്ടിക്ക്, അല്ലേ? അന്ന് അങ്ങനെ ഒരു സംശയമുണ്ട്. ആ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയാണെങ്കിൽ അത് പോക്സോ കേസിന്റെ പരിധിയിൽ വരുമായിരിക്കും. ഇനി അതെന്തോ ആയിക്കോട്ടെ. അല്ല, ആ പെൺകുട്ടി ആ പരാതി പറയുമ്പോൾ അത് വളരെ സങ്കടത്തോടെ പറയുന്നുണ്ടായിരുന്നു. അയാൾക്കും അത് ആ പ്രായത്തിലൊരു മകളുണ്ട്, ആ മകളോട് ചെയ്യാവുന്ന കാര്യമാണോ അയാൾ ആലോചിക്കേണ്ടതായിരുന്നു? മകളോട് മറ്റൊരാൾ ഇത് ചെയ്താൽ എങ്ങനെ അയാൾ സഹിക്കുമായിരുന്നു എന്ന് ആ പെൺകുട്ടി ചോദിക്കുന്നുണ്ട്. പിന്നെ ഈ പെൺകുട്ടി പരാതി കൊടുത്തത് വൈകി എന്ന് സിദ്ദിഖ് വാദിക്കുന്നു. അതെ, പെൺകുട്ടി വൈകി എന്ന്, അതിനകത്ത് എന്താ പ്രശ്നം? കോടതി പറയുന്നുണ്ട് പെൺകുട്ടി പരാതി കൊടുക്കാൻ വൈകി എന്നത് ഈ പരാതി നിലനിൽക്കാതിരിക്കാനുള്ള ഒരു കാരണമേ അല്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് സിദ്ദിഖിനെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്ത് വൈദ്യപരിശോധന നടത്തണം കോടതി പറയുകയാണ്. അല്ല, ഈ വൈദ്യപരിശോധന കൊണ്ട് എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? അല്ല, അത് അന്നത്തെ 2016 ഈ സംഭവം നടന്നത്. അപ്പൊ എന്തായിരിക്കും അപ്പൊ 2016 ആ കേസുമായി ബന്ധപ്പെട്ട വൈദ്യപരിശോധനയല്ല, ഒരു ആളെ അറസ്റ്റ് ചെയ്യുമ്പോൾ കസ്റ്റഡിയുമായി ബന്ധപ്പെട്ട് ഒരു വൈദ്യപരിശോധന നടത്തണം. അതൊരു സ്വാഭാവിക പ്രോസസ്സാണ്. അപ്പോൾ അത്തരത്തിലുള്ള വൈദ്യപരിശോധന എന്തായാലും നടത്തണം. അപ്പോൾ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ ഇപ്പം സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്ന ആരാണെന്നറിയോ? മാധ്യമങ്ങളാണ്. അപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ നേരെ സിദ്ദിഖിൻ്റെ ആലുവയിലുള്ള വീടിൻ്റെ മുമ്പിൽ ഗേറ്റിൻ്റെ വെളിയിൽ ചെന്നിട്ട് പറഞ്ഞു സിദ്ദിഖിനെ കാണാനില്ല, സിദ്ദിഖ് ഒളിവിൽ. അടുത്ത മാധ്യമം അടുത്ത വീട്ടിൽ പോയിട്ട് പറഞ്ഞു എല്ലാവരും ഇങ്ങനെ വരുമ്പോൾ മാധ്യമങ്ങളെ കുറ്റം പറയുന്നു. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ജനങ്ങൾ ഇത് കാത്തിരിക്കുമല്ലേ? സിദ്ദിഖ് അറസ്റ്റ് ചെയ്യപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ മാധ്യമങ്ങൾ കാത്തിരിക്കുമല്ലേ? തീർച്ചയായിട്ടും. മാധ്യമധർമ്മം എന്താണ്? നടക്കുന്ന വാർത്തകൾ ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ്. സിദ്ദിഖ് വെറുമൊരു ആളല്ല, ഒരു നടനാണ്, ജനപ്രിയ നടനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സിനിമാ താരങ്ങൾക്ക് ജനങ്ങൾക്ക് സിനിമാ താരങ്ങളുടെ കാര്യങ്ങൾ അറിയാനുള്ള ഒരു ആകാംക്ഷ എന്ന് പറയുന്നത് ചില്ലറയല്ല. തീർച്ചയായിട്ടും. അപ്പൊ അത് എത്തിക്കേണ്ടത് മാധ്യമധർമ്മമല്ലേ? പൊതുവെ എല്ലാവരും പറയും മാധ്യമങ്ങൾ ഇങ്ങനെ പുറകെ നടക്കുന്നു, അടുക്കളയിൽ പോകുന്നു വാർത്ത എടുക്കാൻ വേണ്ടിയിട്ടെന്ന് പറയുന്നു. അത് മാധ്യമധർമ്മമല്ലേ? ജനങ്ങൾക്ക് എന്തറിയാനാണോ ആഗ്രഹം അത് അവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് മാധ്യമധർമ്മം. അതാണ് പോയിന്റ്. ജനങ്ങൾക്ക് എന്തറിയാനാണോ ആഗ്രഹം, ജനങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ അറിയാനാണ് ആഗ്രഹം. അല്ലാതെ ഇപ്പം ഈ ഹല്ലേബനിൽ ഇപ്പം എന്തുണ്ടായി അത് കൂടുതൽ പിന്നെ അറിയാം, നരേന്ദ്രമോദി അവിടെ പോയിട്ട് എന്ത് സംഭവിച്ചു അത് പിന്നീട് അറിയാം, ശ്രീലങ്കയിൽ പുതിയ പ്രസിഡന്റ് വന്നിട്ട് അതിനേക്കാൾ പ്രാധാന്യം ഇത് തന്നെയാണ്. അപ്പോൾ
സിദ്ദിഖ് ഈ വീട്ടിലുണ്ടോ ഇല്ലയോ എന്ന് മാധ്യമങ്ങൾ പോയി തിരക്കുന്നു. എന്നിട്ട് പറയുന്നു ഈ വീട്ടിൽ മാധ്യമങ്ങളില്ല, അല്ല സിദ്ദിഖില്ല, അടുത്ത വീട്ടിൽ മകൻ്റെ വീട്ടിൽ സിദ്ദിഖില്ല. അപ്പം 3-4 ചാനൽ ബ്രേക്കിംഗ് ന്യൂസ് ഇതാണ് വരുന്നത്. എന്നിട്ട് പറയുന്നു സിദ്ദിഖ് ഇനി താമസിക്കാൻ കഴിയുന്നത് അല്ലെ സാഹചര്യമുള്ളത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുടെ ഹോട്ടലുണ്ട് ഈ നെടുമ്പാശ്ശേരി വിമാനത്താവളവുമായി പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതെ, അപ്പോൾ ആ വിമാനത്താവളങ്ങളിലെ ഹോട്ടലുകളിലൊക്കെ പരിശോധന നടത്തും. സത്യത്തിൽ അങ്ങനെ പരിശോധന നടത്താൻ പോലീസ് ആലോചിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയില്ല. പക്ഷേ മാധ്യമങ്ങൾ ഇത്തരം ആ ഇനിഷ്യേറ്റീവ് എടുക്കുമ്പോൾ പോലീസിന് അല്ലെങ്കിൽ സർക്കാരിന് ആക്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. അതാണ് മാധ്യമങ്ങൾ ശരിക്കും പോലീസിനെ ഒരു സമ്മർദ്ദത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുകയാണ്. ഒപ്പം ഈ വിമാനത്താവളം വഴി ഇനി പുറത്തേക്ക് പോകാതിരിക്കാൻ ലുക്കൗട്ട് നോട്ടീസും പുറപ്പെടുവിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ സിദ്ദിഖിനെ പൂട്ടാനുള്ള എല്ലാ വഴികളും ഈ മാധ്യമങ്ങൾ ഇവിടെ തുറന്നു വെച്ച് കഴിഞ്ഞു. ഇനി പോലീസിന് മുമ്പുള്ള ഓപ്ഷൻ തൽക്കാലമെങ്കിലും ഈ ജനരോഷം അല്ലെങ്കിൽ ഈ സർക്കാരിനെതിരായ ജനങ്ങളുടെ ഒരു വികാരമൊക്കെ ഒന്ന് അടക്കി നിർത്താൻ എങ്ങനെയെങ്കിലും സിദ്ദിഖിനെ ഒന്ന് അറസ്റ്റ് ചെയ്യണം. ഇപ്പോൾ അറസ്റ്റ് ചെയ്തുള്ള പ്രശ്നം എന്ന് പറയുന്നത് സിദ്ദിഖ് മിക്കവാറും 2 ആഴ്ച റിമാൻഡിൽ കഴിയേണ്ടി വരും. അതൊരു വലിയ പ്രശ്നമാണ്. സിദ്ദിഖിന് ഇനി ജാമ്യം കിട്ടണമെങ്കിൽ സുപ്രീം കോടതി കനിയണം. അപ്പോൾ സുപ്രീം കോടതി കനിയണമെങ്കിൽ ഈ ഹൈക്കോടതി എന്തുകൊണ്ടാണ് ജാമ്യം നിശ്ചയിച്ച അടക്കമുള്ള കാര്യങ്ങൾ സുപ്രീം കോടതി പരിശോധിക്കും. മാത്രമല്ല മുകേഷിന് ജില്ലാ കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടിയെങ്കിൽ എന്തുകൊണ്ടാണ് ഈ സിദ്ദിഖിന് ഹൈക്കോടതി ജാമ്യം കൊടുക്കാതിരുന്നത്? അപ്പോൾ അതും ഈ പറയുന്ന പരമോന്നത നീതിപീഠം പരിശോധിക്കേണ്ട കാര്യമാണ്. ഈ ആരോപണങ്ങൾ ഉണ്ടായ വിഷയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുതൽ സർക്കാരുമായി ഹൈക്കോടതി ഇടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ സമയത്തും ഹൈക്കോടതി സർക്കാരിനെ കുടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ റിപ്പോർട്ട് വന്ന് ഈ ഇത്രയും 4 വർഷത്തോളമായിട്ടും സർക്കാർ അത് ഒരു രീതിയിലും പരിഗണിച്ചില്ല. അതിനൊരു പരിഹാരം കാണുന്നതിനെക്കുറിച്ച് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നീക്കവും ഉണ്ടായിട്ടില്ല. ഈ ഒരു വിഷയത്തിൽ തന്നെ ഹൈക്കോടതി നേരത്തെ തന്നെ സർക്കാരുമായി ഇടഞ്ഞു നിൽക്കുകയായിരുന്നു, ഇല്ലേ? അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഹൈക്കോടതിയുടെ മുന്നിൽ ഈ ഒരു വിഷയം എത്തുമ്പോൾ ഹൈക്കോടതി കർശനമായ നിലപാട് തന്നെയായിരിക്കും സ്വീകരിക്കുന്നത്. അപ്പോൾ സർക്കാർ മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ ആക്ട് ചെയ്യും. കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിങ്ങൾ അന്വേഷണ സംഘം കൂടെ ഇല്ലേ? അന്വേഷണ സംഘത്തിന്റെ മുന്നിൽ അടുത്ത് എന്താണ് നടപടി? അറസ്റ്റ് ചെയ്യുക. അപ്പം സർക്കാർ പറഞ്ഞെന്താ, ഞങ്ങളൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഫോം ചെയ്തിട്ടുണ്ട്, അവരന്വേഷിക്കും. അപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അടുത്ത ലക്ഷ്യം എന്താ? ഞങ്ങൾ ഇത് ആദ്യത്തെ ലക്ഷ്യത്തിലേക്ക് എത്തി, സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്തു. ഒന്നുമില്ല, സിദ്ദിഖിനെ പിടിച്ച് കുടിച്ചേർത്തി ഇടിക്കുന്നൊന്നുമല്ല. പക്ഷേ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ മുഖം കോടതിയുടെ മുമ്പിൽ ഒന്ന് രക്ഷിക്കാം. ഈ SIT ടീമിന് അവരുടെ ഒരു വർക്കൊക്കെ തുടങ്ങിയെന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കാം, അല്ലെങ്കിൽ പോലീസിലെ തന്നെ ഉന്നതരെ ബോധിപ്പിക്കാം. നാണക്കേടുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള താൽക്കാലികമായിരിക്കും അത് രക്ഷപ്പെടും. ഇപ്പം നാളത്തെ മാധ്യമങ്ങളിലൊക്കെ അത് ഫുൾ വെണ്ടയ്ക്ക അക്ഷരത്തിൽ വാർത്തയും ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ മറ്റു പല വിഷയങ്ങളിൽ നിന്ന് സർക്കാരിന് വ്യതിചലിക്കാനും പറ്റും. അപ്പോൾ എങ്ങനെയും സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ കോടതി പറഞ്ഞ കാര്യങ്ങളെ നമ്മൾ ഏറെ ഗൗരവത്തോടു കൂടി കാരണം ഒരു കാരണവശാലും പരാതി നൽകാൻ വൈകി എന്ന് പറഞ്ഞതുകൊണ്ട് ഈ ഇരയുടെ ആരോപണത്തെ നിഷേധിക്കാൻ കഴിയില്ല. അവർ കുറച്ച് വൈകിട്ടാണ് പരാതി പറഞ്ഞത്, പരാതി നിലനിൽക്കുന്നതാണല്ലോ. മാത്രമല്ല ഈ പെൺകുട്ടി പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ തെളിവെടുപ്പിൽ ശരിയായിട്ടുണ്ട്. സിദ്ദിഖ് ഫുഡ് കഴിച്ചതിൻ്റെ ഡീറ്റെയിൽസ് നോക്കിയപ്പോൾ കറക്റ്റാണ്. വേറൊരു കാര്യമുണ്ട്, ഇത്തരത്തിലുള്ള ഒരു പരാതി ഒരു സ്ത്രീ കൊടുക്കുമ്പോൾ ആ സ്ത്രീയുടെ സ്വഭാവ ഹത്യ നടത്തുക എന്നുള്ള ഒരു സ്വാഭാവികമായ ഒരു പ്രക്രിയയുണ്ട്. അവർ അങ്ങനെ അതിന് വില്ലിങ് ആയിരുന്നു, അവരുടെ സ്വഭാവം ശരിയല്ല, അവർ ഇങ്ങനത്തെ ദുർനടത്തക്കാരി എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം നടത്താറുണ്ട്. പക്ഷേ ഈ കേസിൽ കോടതി അതും പരാമർശിച്ചിട്ടുണ്ട്. അവർക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായെങ്കിൽ അവരുടെ സ്വഭാവത്തെ കുറിച്ച് അവിടെ അന്വേഷിക്കേണ്ട കാര്യമില്ല, അവരുടെ പരാതിയെ തന്നെ പരിഗണിക്കണം. അതെ, ഹൈക്കോടതിയുടെ ഒരു സുപ്രധാന നിരീക്ഷണമാണ്. കാരണം ഇനി ഏതെങ്കിലും വ്യക്തികൾ ഇങ്ങനെ പരാതിയുമായി ചെല്ലുമ്പോൾ ഇവരുടെ സ്വഭാവം ശരിയല്ല, ഇവർ പണ്ടിൽ അങ്ങനെ ആയിരുന്നു, അതിന് മുമ്പത്തെ കാര്യം ഇങ്ങനെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരണ്ട. അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞ അല്ലെ ആ സ്ത്രീ പറഞ്ഞ പരാതി ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് എങ്ങനെ നടക്കുന്നു എന്നുള്ള. ഇപ്പോൾ മുകേഷിൻ്റെ ഒരു കേസ് വന്നപ്പോൾ മുകേഷിനെതിരെ ആരോപണം ഉന്നയിച്ച പെൺകുട്ടിക്കെതിരെ ഈ മുകേഷിൻ്റെ വക്കീൽ കോടതി പറഞ്ഞത് ഈ പെൺകുട്ടി നേരത്തെ വക്കീലന്മാരെ ഇതുപോലെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടാൻ ശ്രമിച്ചു, വേറൊരു വ്യക്തിയെ പണം തട്ടാൻ ശ്രമിച്ചു. ഇതെല്ലാം നടന്നത് 2019 ആ കാലഘട്ടത്തിലാണ്, അല്ലെ 2009-10 കാലഘട്ടത്തിലാണെന്ന് പറഞ്ഞാൽ ആ കോടതി അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പരിശോധിച്ചത് ശരിയാണ്. മുകേഷിൻ്റെ വക്കീൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്. പക്ഷേ സിദ്ദിഖിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഇല്ല. സിദ്ദിഖിനെതിരെ ആരോപണം ഉന്നയിച്ച പെൺകുട്ടി പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് മാത്രമല്ല സിദ്ദിഖ് ഈ കാര്യങ്ങൾ അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് നിഷേധിക്കുകയും ചെയ്തു. അപ്പോൾ അവിടെ ഒരു കള്ളത്തരം വന്നു. മുകേഷ് മറ്റേത് നിഷേധിച്ചില്ല. അപ്പോൾ കള്ളത്തരം കാണിച്ച ഒരാളെ എന്തുകൊണ്ടാണ് നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ വൈകുന്നത്? അയാളെ ഇനി അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ അടുത്ത പ്രശ്നം എന്താണെന്നറിയോ? ഈ പെൺകുട്ടിയെ സ്വാധീനിക്കും. കാരണം ഈ നാണക്കേടിൽ നിന്ന് ഒഴിവാൻ എത്ര പൈസ വേണമെങ്കിലും ഇയാൾ ചിലവാക്കാൻ തയ്യാറാവില്ലേ? വേണമെങ്കിൽ ഇയാളുടെ പകുതി സ്വത്ത് തരാമെന്ന് പോലും പറഞ്ഞുകൂടെ? അപ്പോൾ അത്തരത്തിൽ ഈ പറയുന്ന ഇരയെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സിദ്ദിഖുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ തെളിവ് നശിപ്പിക്കാനും സാധ്യതയുണ്ട്. സ്വാധീനിക്കലല്ല, ഭീഷണിപ്പെടുത്തലും സാധ്യതയുണ്ട്. അതെ, ഭീഷണിപ്പെടുത്തൽ. കാരണം ഇയാളുടെ ആളും അർത്ഥവും സ്വാധീനവും ഒക്കെ വളരെ വലുതായിരിക്കില്ലേ? ഭീഷണിപ്പെടുത്തലാകാം, ഇയാളുടെ ഈ പെൺകുട്ടിയുടെ വീട്ടുകാരെ ഉപദ്രവിക്കലാകാം, അതല്ലെങ്കിൽ സാമ്പത്തികം കൊടുത്തിട്ട് ഇവർക്കെതിരായി മറ്റുള്ള എന്തെങ്കിലും ഗൂഢാലോചനകൾ സൃഷ്ടിച്ചുകൊണ്ട് വരാം. അപ്പോൾ തെളിവ് നശിപ്പിക്കൽ, അതുപോലെ തന്നെ സാക്ഷിമൊഴി മാറ്റൽ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സിദ്ദിഖിന് ചെയ്യാൻ കഴിയും എന്നുള്ളത് കൊണ്ട് കോടതി ഗൗരവത്തോടു കൂടി സർക്കാരോട് പറയുന്നു, എത്രയും വേഗം ഇതിനുള്ളിൽ ഒരു നടപടി എടുക്കണം, സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യണം, വൈദ്യപരിശോധന നടത്തി ചോദ്യം ചെയ്ത് ഇതിൽ വ്യക്തത വരുത്തണം.
ഉത്തരവെന്ന് പറയുന്നു. അപ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് മുഖം രക്ഷിക്കാനുള്ള നടപടി എന്ന നിലയിൽ സിദ്ദിഖിൻ്റെ അറസ്റ്റിലേക്ക് പോകുമെന്ന് നമുക്ക് പ്രതീക്ഷ. ഇപ്പം നമുക്കറിയാൻ കഴിയുന്നത് സിദ്ദിഖിൻ്റെ ആലുവയിലുള്ള വീട്ടിൽ പോലീസ് പരിശോധന നടത്തി, അവിടെ സിദ്ദിഖില്ല. മറ്റ് വീട്, അതായത് മകൻ്റെ വീട്ടിലുണ്ടെന്നൊരു സൂചന ഉണ്ടായിരുന്നു, അവിടെയില്ല. മറ്റൊരു ഹോട്ടൽ ഉണ്ടാകുമെന്ന് ഉറച്ചു വിശ്വസിച്ചു, അവിടെയില്ല. സിദ്ദിഖിൻ്റെ എല്ലാ ഫോണുകളും സ്വിച്ച്ഡ് ഓഫ് ആണ്. അപ്പോൾ ട്രേസ് ചെയ്ത് കണ്ടുപിടിക്കാൻ അങ്ങനെ പറ്റില്ല. പക്ഷേ പോലീസ് വേണമെങ്കിൽ ഒരു വിട്ടുവീഴ്ച നടത്തും. എന്താണെന്നറിയോ, സുപ്രീം കോടതിയിൽ പോയി വേണമെങ്കിൽ ഇയാളൊരു ജാമ്യത്തിന് ശ്രമിച്ചോട്ടെ, അവിടെയും കൂടെ പരാജയപ്പെട്ടാൽ നമുക്ക് അറസ്റ്റ് ചെയ്യാം. ഈ അറസ്റ്റ് ചെയ്യണോ വേണ്ടോ എന്നുള്ളതിൻ്റെ തീരുമാനം എടുക്കുന്നത് പോലീസാണ്. അതായത് FIR ഇട്ട ഒരു കേസിൽ ഈ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യണോ വേണ്ടോ എന്നുള്ളതിനകത്ത് ഫൈനൽ തീരുമാനം പോലീസിൻ്റെയാണ്. എന്ന് പറഞ്ഞാൽ ആഭ്യന്തര വകുപ്പിനെ നിയന്ത്രിക്കുന്ന മുഖ്യമന്ത്രി എന്ത് തീരുമാനമെടുക്കുന്നോ അത് ഇന്ന് വൈകിട്ടിനുള്ളിൽ അല്ലെങ്കിൽ ഇന്ന് രാത്രിക്കുള്ളിൽ നടപ്പാകുമെന്ന് തന്നെ ഉറപ്പാണ്. സിനുജി, അതും മുഖ്യമന്ത്രിയുടെ തലയിൽ കൊണ്ടുവച്ചു. ഞാൻ വെച്ചതല്ലല്ലോ, മുഖ്യമന്ത്രിക്ക് മുഖം രക്ഷിക്കണ്ടേ, ആഭ്യന്തര വകുപ്പിന് മുഖം രക്ഷിക്കണ്ടേ, SITക്കും വേണ്ടേ. എവിടെ എന്ത് നടന്നാലും പാവം മുഖ്യമന്ത്രിയുടെ തലയിൽ വെക്കുക എന്നുള്ളത് മുഖ്യമന്ത്രിയുടെ വലിയൊരു എന്ത് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു തലയാണ്. അതുകൊണ്ടുകൂടിയാണ്. മാത്രമല്ല കോടതി വിധിയുടെ ചില പരാമർശങ്ങൾ ഉള്ളതുകൊണ്ട് സർക്കാരിന് തങ്ങളുടെ മുഖം രക്ഷിക്കാനുള്ള അവസാനത്തെ ഒരു അവസരം, അതുകൊണ്ട് ഞാൻ സർക്കാരിൻ്റെ ഒരു അവസരം തന്നെ മുന്നോട്ട് വെച്ചു കൊടുത്താൽ വേണ്ടേ. മനസ്സിലായി.